കേണൽ ഡിന്നി, ഗൾഫ് മേഖലയിലെ 8 ഗൾഫ് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇതുവരെയുള്ള ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ. അതിൽ നിന്ന് ഭിന്നമായി ഇന്നാദ്യമായി കുവൈത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ യാത്രക്കാർ തിങ്ങി നിൽക്കുന്ന ടെർമിനൽ 1-ൽ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതിൽ കൊല്ലപ്പെട്ട ഒരു ഇന്ത്യക്കാരനാണ്. ഇത് എത്ര ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഗൾഫ് മേഖലയിൽ നിന്ന് കൂടുതൽ ശക്തമായ പ്രതിരോധം ഇറാൻ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഇതിൻ്റെ ഫലമായി ഉണ്ടാകുമോ? ഇന്ത്യ എന്ന രാജ്യം ഈ കാര്യത്തിൽ ഇനി ഒരു പുതിയ സമീപനം സ്വീകരിക്കേണ്ട സാഹചര്യമുണ്ടോ? ശ്രീ ഗോപി, ഇതിനകത്ത് നമ്മൾ സാധാരണ രീതിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ലൈൻ ഓഫ് കൺട്രോളിൽ നമ്മളൊരു കാര്യം പറയാറുണ്ട്. അതായത് നോ വാർ നോ പീസ്. അവിടെ ഒരു എപ്പോഴും യുദ്ധം ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തുള്ള ആക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു നോ വാർ നോ പീസ് എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഈ ലൈൻ ഓഫ് കൺട്രോളിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സിറ്റുവേഷനിൽ പലപ്പോഴും നമ്മൾ റെഫർ ചെയ്യുന്നത്. ഇന്നിപ്പം നമ്മൾ ഈ ഗൾഫ് മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം അതേപോലത്തെ ഒരു സിറ്റുവേഷനായി മാറിയിട്ടുണ്ട്. അവിടെയും നോ വാർ നോ പീസ് ആൻഡ് നോ ഡീൽ എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം കുറച്ച് ദിവസത്തേക്ക് സമാധാനം കാണും. പെട്ടെന്ന് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഡ്രോൺ അറ്റാക്ക് ഒക്കെ വരുന്നു, ഏതെങ്കിലും ഒരു എഗ്രിമെന്റിലേക്ക് എത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പല പ്രാവശ്യം പറയുന്നു. അതേ സമയത്ത് തന്നെ അറ്റാക്കും ചെയ്യുന്നതുകൊണ്ട് എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പീസിലേക്ക് പോകുന്നതെന്നുള്ള യാതൊരു രീതിയിലുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിൻ്റെ കോറായിട്ടുള്ള ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ കോറായിട്ടുള്ള ചില കാര്യങ്ങളിനകത്ത് ഒരു ധാരണയും ഇതുവരെ നമ്മൾ കണ്ടില്ല. അതിൻ്റെ നമ്പർ 1 ന്യൂക്ലിയർ ഇഷ്യൂ എന്നാണ്. ട്രംപ് പറയുന്നുണ്ട്, അതായത് എന്ത് കാരണവശാലും ശരി ഇറാനിന് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് പാടില്ല, അല്ലെങ്കിൽ ന്യൂക്ലിയർ ക്യാപ്പബിലിറ്റി പാടില്ല. അതിനകത്ത് ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ ഭാഗത്തുനിന്ന് ഒരു രീതിയിലും അവർ സമ്മതിക്കുന്നില്ല. ബാലിസ്റ്റിക് മിസൈലിൻ്റെ ക്യാപ്പബിലിറ്റി അതും ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ ആ രീതിയിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്, അവിടാണല്ലോ ഏറ്റവും വലിയ തർക്കം വരുന്നത്. ആ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിന്റെ കൺട്രോൾ എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ആരായിരിക്കണം എന്നുള്ള രീതിയിൽ വലിയ തർക്കം നടക്കുന്നുണ്ട്. ആ തർക്കത്തിന്റെ ഭാഗമായിട്ട് നേവൽ ബ്ലോക്കേഡ്സ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിലും ഒരു സൊല്യൂഷനോ ഒരു രീതിയിലുള്ള ഒരു എഗ്രിമെന്റിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഇപ്പം നമുക്കറിയാം ഹെസ്ബുല്ല ആയിട്ടുള്ള ഇസ്രായേലിന്റെ പ്രശ്നം. ഈ പ്രശ്നം തന്നെ അതിൻ്റെ ഒരു തുടക്കം അവിടെ നിന്ന് തന്നെയാണെന്ന് പറഞ്ഞ് നമുക്കറിയാം. ഇസ്രായേൽ ഏകദേശം അവർ കഴിഞ്ഞ 25-26 വർഷത്തിന്റെ ശേഷം ഏറ്റവും കൂടുതൽ ലെബനനിലേക്ക് പോയ ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം ഡൊണാൾഡ് ട്രംപ് തന്നെ ഹലോ കേൾക്കുന്നുണ്ടോ? ഡൊണാൾഡ് ട്രംപ് തന്നെ പിന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ചിട്ട് വളരെ ടഫായിട്ട് സംസാരിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ട്സ് വരുന്നു. അതായത് നിങ്ങൾ ഇങ്ങനെ പോയി ബെറൂത്തിനെ ഒന്ന് അറ്റാക്ക് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പറേഷൻ്റെ കൺട്രോൾ ആരെ കയ്യിലാണെന്ന് പോലും ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഭാരതത്തിനകത്ത് അതിനകത്ത് എത്രമാത്രം നമുക്ക് ഇടപെടാൻ പറ്റും എന്നുള്ളതിനകത്ത് വലിയ ഒരു പ്രോബ്ലം ഉണ്ട്. നേരത്തെയും നമ്മളെ ഒഫീഷ്യലായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഈ കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു പരിമിതി ഉണ്ട്. കാരണം ഇപ്പം തന്നെ പാകിസ്ഥാൻ്റെ അവസ്ഥ നോക്കൂ. പാകിസ്ഥാൻ അവിടെ ഒരു മെസ്സഞ്ചറിൻ്റെ റോൾ മാത്രമാണ് അവർ ചെയ്യുന്നത്. അതായത് ഇറാൻ എന്തെങ്കിലും പറയുന്നു, ആ മെസ്സേജ് US കൊടുക്കുന്നു. US എന്തെങ്കിലും പറയുന്നു, ആ മെസ്സേജ് ഇറാനിന് കൊടുക്കുന്നു. അതിനകത്ത് തന്നെ USന്റെ പല ആളുകളും പാകിസ്ഥാൻ്റെ ഈ ഡബിൾ ആയിട്ടുള്ള ഗെയിം കളിക്കുന്നു എന്നുള്ളതൊക്കെ ഉള്ള ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം അങ്ങനെ ഇന്ത്യക്ക് വലിയൊരു റോൾ ഈ സമയത്ത് അവിടെ പ്ലേ ചെയ്യാനുള്ള ഒരു കാര്യമുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ആൻഡ് ഇന്ത്യ അങ്ങനെ ആഗ്രഹിക്കുന്ന പോലും ഇല്ല. കാരണം ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റഡ് പോളിസിയാണ് ഒരു നോൺ ഇൻ്റർഫറൻസ്. അതായത് ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ അവർ തന്നെ സംസാരിച്ച് ചെയ്യണം എന്നുള്ള ഒരു എപ്പോഴും നമ്മൾ ഒരു ഫോറിൻ പോളിസി നയം അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ആ രീതിയിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടക്കാൻ പറ്റുമെന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. പക്ഷേ മറ്റൊരു അർത്ഥം കൂടി ഉണ്ടായിരുന്നു. ഗൾഫ് മേഖലയിൽ കഴിയുന്ന, ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കൂടുതൽ കരുതലോടുകൂടി ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട സന്ദർഭമായില്ലേ എന്നായിരുന്നു. മനസ്സിലായി ശ്രീ ഗോപി. ആ രീതിയിലുള്ള ഡെഫിനറ്റ്ലി നമ്മൾ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ, അതായത് ഇപ്പം നേരത്തെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം UAE നടന്നപ്പോഴും നമുക്കറിയാം, നമ്മൾ അവിടുത്തെ ഭരണാധികാരികളോട് സംസാരിച്ചു. അവർ വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനും വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് അവിടുത്തെ ആ ഭരണാധികാരി ബാക്കി എല്ലാ ജനതയ്ക്കും. അത് നമ്മൾ കണ്ടിട്ട് എങ്ങനെയാണ് ഹോസ്പിറ്റലൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചെയ്തെന്നുള്ളപ്പോൾ. അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഇടപെടും. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇടപെടാനുള്ള ചാൻസസ് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.